നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ജനറലായിട്ട് ഞാനൊരു കാര്യം പറയാം. അറിയാൻ വയ്യാത്ത ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയൊരു സമയമല്ല ഇത്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. ആദ്യം ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്ക് നീ. പ്രണവ് പറഞ്ഞതുപോലെ ഇതെങ്ങാനും ഫ്ലോപ്പായി പോയാൽ നമ്മുടെ എല്ലാ ബിസിനസിനെയും ഇത് ബാധിക്കും. നമ്മുടേതായ ഒരു ബിസിനസ് കൾച്ചർ നമുക്കുണ്ട് ഗൗതം, അത് നശിപ്പിക്കരുത്. നിന്റെ ഈ പുതിയ പ്ലാനിംഗ് ഒന്നും വേണ്ട, അതങ്ങ് വിട്ടേക്ക്. ഇത് ഒരിക്കലും ലോസ് വരുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കില്ല. ആ യെസ്, അതാണ് ആയിരിക്കില്ല എന്ന് മാത്രമേ നിനക്കും പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. ചിലപ്പോ കേറും, ചിലപ്പോ ഇറങ്ങും. വേണ്ട ഗൗതം, നമുക്കിത് തൊട്ടാ പൊള്ളും. അങ്ങനെയല്ലമ്മേ, ഞാൻ സ്റ്റഡി സോറി ഗൗതം, എനിക്ക് ഈ ബിസിനസ്സിൽ വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഈശ്വരമംഗലം ഗ്രൂപ്പിൽ നിന്നും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷ നീ അങ്ങെടുത്ത് കളഞ്ഞേക്ക്. സൈൻ ചെയ്ത് തരില്ല ഗൗതം ഞാൻ. അമ്മ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനതൊക്കെ പ്ലാൻ ചെയ്തത്. നോക്ക് ഗൗതം, ബിസിനസിന്റെ കാര്യത്തില് അറിയാലോ നിനക്ക്, ഞാൻ വളരെ റഫാ. ഒരു പ്രോജക്റ്റില് 100% കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫണ്ട് ചെയ്യാൻ അനുവദിക്കൂ. അല്ലെങ്കിൽ എന്റെ മറുപടി നോ എന്ന് തന്നെയായിരിക്കും. തൽക്കാലം ഉള്ള ബിസിനസ് ഒക്കെ നോക്കി നടത്ത്. നിന്റെ ഈ ചിന്ത ഇവിടെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചേക്ക് ഗൗതം. കണ്ടില്ലേ, ഇതാണ് ഈ വീട്ടിലെ അവസ്ഥ. നമ്മളൊരു കഫേ ബിസിനസ് തുടങ്ങാൻ പോയപ്പോ ഒരു 100 തടസ്സങ്ങൾ പറഞ്ഞു മുടക്കിയ ആൾക്കാരാ. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നതിന് അവർക്ക് ഒരു തടസ്സവും ഇല്ല. പ്രണവിന് വേണ്ടിയിരുന്നത് വെറും 5 കോടി രൂപയാ. ഇപ്പൊ ഇതിന്റെ എമൗണ്ട് കേട്ടായിരുന്നല്ലോ, 500 കോടി. അങ്കിളുടെ ആന്റിക്ക് ഒന്നും അതിലൊരു എതിർപ്പുമില്ല. എന്തിനാ പ്രണവേ ഇവരൊക്കെ ഇങ്ങനെ നമ്മളോട് ഈ വേർതിരിവ് കാണിക്കുന്നേ? മൂത്ത മകനും മരുമോൾക്ക് ഒരു ന്യായം, ഇളയ മോനും മരുമോൾക്ക് മറ്റൊരു ന്യായം. ഇതിനെ വേർതിരിവെന്ന് പറയുന്നത്. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ 500 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നൊക്കെ പറയുന്നതേ ടൂ മച്ച് റിസ്കാ. എത്ര ടാലന്റ് ഉണ്ടായാലും അതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് ടാലന്റ്? ഗൗതമിന് പ്രണവിനേക്കാൾ എന്ത് ടാലന്റാ ഉള്ളത്? ഇതൊക്കെ പറഞ്ഞുണ്ടാക്കി വച്ചിരിക്കുന്നതല്ലേ. ആ പിന്നെ ഒരു കാര്യത്തില് ഗൗതമിന് ടാലന്റ് ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരാം. അത് പക്ഷെ പ്രണവിനെ ഒതുക്കുന്ന കാര്യത്തിലാണെന്ന് മാത്രം. എന്തായാലും ഒരു കാര്യം ഉണ്ടായി, വസുന്ധര ആന്റി കൃത്യമായ സ്റ്റാൻഡ് എടുത്തു. ആന്റി പണം കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതോടെ അവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഫ്ലോപ്പായി. പക്ഷെ ഗൗതമും നിധിയും അത്ര നിസ്സാരക്കാരല്ല. അല്ലെങ്കിൽ പ്രണവ് നോക്കിക്കോ, ഏതെങ്കിലും വിധത്തില് അവരിത് നടപ്പിലാക്കി എടുക്കും. അതെങ്ങനെ നടക്കും? ഈ ബിസിനസ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഓ പിന്നെ വലിയ കാര്യമായിപ്പോയി. പ്രണവ് നോ എന്ന് പറഞ്ഞ പിന്നെ അവർ ഒരടി മുന്നോട്ട് വയ്ക്കൂലല്ലോ. എന്റെ പ്രണവെ, പ്രണവിന്റെ എതിർപ്പൊക്കെ അവർ ചുരുട്ടിക്കുട്ടി ചവറ്റുകുട്ടയിൽ എറിയും. എന്നിട്ട് അവരെ വഴിക്ക് പോവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പ്രണവ് ഒരു വാക്ക് പറഞ്ഞ പിന്നെ എതിർക്കാൻ പറ്റാത്ത അത്രയും വില അതിന് കൽപ്പിക്കുന്നുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയാണോ പ്രണവ് ഇപ്പോഴും? പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പ്രണവിന് പറഞ്ഞു തരാം.
ഗൗതവും നിധിയും കളിക്കുന്നത് തന്ത്രമാണ്. തന്നേക്കാൾ കഴിവുള്ള ഒരുത്തനോട് നീ കഴിവ് കെട്ടവനാണെന്ന് നിരന്തരം പറഞ്ഞ് അവനെ ചവിട്ടി മെതിച്ചിടുന്നതിനുള്ള തന്ത്രം. അതെ, അഹംഭാവം തോന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ വാച്ച് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാ, ഗൗതമിനേക്കാൾ ടാലന്റ് ആണ് എന്റെ ഭർത്താവ് പ്രണവിനുള്ളത്. സ്വന്തമായി ഒരു ബിസിനസ്സിൽ ഇറങ്ങിയ വിത്തിൻ 1 year ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് പ്രണവിന്റെ ഈ കയ്യിലിരിക്കും. ഇത് നന്നായി മനസ്സിലാക്കിയ ആൾക്കാരാണ് ഗൗതമും നിധിയും. അതുകൊണ്ടാ നാമ്പും മുളയ്ക്കാൻ പോലും അനുവദിക്കാതെ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കരിച്ചു കളയുന്നത്. ഒരാളോട് നീ കഴിവ് കെട്ടവനാണ്, നീ എന്തു ചെയ്താലും പരാജയപ്പെടുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ ആത്മവിശ്വാസം നശിക്കുക തന്നെ ചെയ്യും. ബുദ്ധിപരമായിട്ടാണ് ഗൗതമിന്റെ കളി. അങ്ങനെ ആത്മവിശ്വാസം നശിച്ചതുകൊണ്ടാണല്ലോ കഫേ ബിസിനസ് തുടങ്ങണ്ടെന്ന് പറഞ്ഞതിന് ശേഷവും പ്രണവിനൊരു ചെറു വിരല് പോലും അനക്കാൻ പറ്റാതായി പോയത്. നിക്ക് ശിവാനി, ഇതെവിടെ വരെ പോകുന്നത് നമുക്ക് നോക്കാമല്ലോ. നോക്കാനൊന്നുമില്ല. ഗൗതം 500 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആരംഭിക്കും. ടൗൺഷിപ്പിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടി വാങ്ങി അതിന് ഭൂമി പൂജ നടത്തുമ്പോ അവിടെ ചെന്ന് തൊഴുതു പിടിച്ചു നിൽക്കാൻ പ്രണവിനെയും വിളിക്കും. ചെല്ല്, അതേ പ്രണവിനെ കൊണ്ട് പറ്റും. പ്രണവേ, ഞാൻ ഒന്നും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാ? സ്വന്തം ഭർത്താവ് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുന്നത് ഒരു പെണ്ണിന് പോലും കണ്ടു നിൽക്കാനാവില്ല. ഒന്നുകിൽ പ്രണവ് തന്റെ ഇടം കാണിക്കണം, പ്രതികരിക്കണം, സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പഠിക്കണം. എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് പ്ലീസ് പ്രണവ്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, തിരിച്ചെന്നെ വീട്ടിൽ കൊണ്ടാക്ക്. അല്ലാതെ ഇതൊന്നും എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ. എന്താ ശിവാനി ഇത്? പിന്നല്ലാതെ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് എല്ലാവരുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്നതിന് പകരം ഒരാളെ ഇങ്ങനെ മൂലയിലിട്ട് ഒതുക്കാൻ നോക്കിയാലേ എന്താ അതിനർത്ഥം? നോക്കിക്കോ പ്രണവ്, ഗൗതം ഈ ബിസിനസ് തുടങ്ങും. അന്നും പ്രണവ് ഇങ്ങനെ നോക്കി നിൽക്കേ ഉള്ളൂ.